ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണ മോഷണത്തിൽ മുരാരി ബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് കുറിച്ചത് മുരാരി ബാബു. 2024 മുരാരി ബാബു എഴുതിയ വിവാദ ഫയലിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. തിരുവാഭരണ കമ്മീഷണർ റെജിലാൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതല്ലെങ്കിൽ ഇക്കുറിയും പോറ്റിക്കുരുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുമായിരുന്നു. മുരാരി ബാബുവാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ചെമ്പുപാളികൾ സ്വർണം പൂശാമെന്ന് പറഞ്ഞ് കൊടുത്തുവിടാം എന്ന നിർദ്ദേശം എഴുതിയത്. അതേ മുരാരി ബാബു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുമ്പോൾ 2024 വീണ്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ചെമ്പുപാളികൾ സ്വർണം പൂശാനായി കൊടുത്തുവിടണമെന്ന് എഴുതുന്നു. അസാധാരണമായ സാഹചര്യം. റഹീസ് റഷീദ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുരാരി ബാബു വീണ്ടും കുരുക്കിലാവുകയാണ്. മുരാരി ബാബുവാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ പറയുന്നത്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാവുന്ന 2024 അതേ മുരാരി ബാബു തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ചെമ്പുപാളികൾ പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിടാമെന്ന് അനുവാദം അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ പുറത്തുവിടുന്ന രേഖ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് റഹീസ് റഷീദ്? ഡോക്ടർ അരുൺകുമാർ, സ്വർണ്ണപ്പാളി വിവാദത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട രേഖയാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. 2024 ഒക്ടോബർ മാസം 16-ാം തീയതി അന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബു ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടാം എന്നെഴുതിയ രേഖയാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അത് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഫയൽ തുറക്കുന്നത്. 16-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണം എന്നാവശ്യപ്പെട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ ഒരു ലെറ്റർ അന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ബി മുരാരി ബാബുവിന് അയക്കുകയാണ്. ആ ലെറ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വി വിൽ ഹാവ് ദ മെയിൻ്റനൻസ് ആൻഡ് ഗോൾഡ് പ്ലേറ്റിംഗ് വർക്ക് ഡൺ അറ്റ് നോ കോസ്റ്റ്. ഒരു പൈസയുമില്ലാതെ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ സ്വർണ്ണപ്പാളിയുടെ ഭാഗത്തെ മാഞ്ഞുപോയ സ്വർണം വീണ്ടും പൂശി നൽകാം എന്നതാണ് പറയുന്നത്. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ജോബ് ബിറ്റ്വീൻ 3 to 4 വീക്സ്. അതായത് 3-4 ആഴ്ച കൊണ്ട് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി തിരിച്ച് സന്നിധാനത്ത് എത്തിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഇത് ഒരാളുടെ കൈലേശം കൊടുത്തുവിടണം. അയാളുടെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രണവം 52, ശ്രീരാംപുര, ബംഗളൂരു. അതായത് നമ്മുടെ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടണം എന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ ഒരു ലെറ്റർ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബുവിന് അയക്കുന്നു. മുരാരി ബാബു അതിന് പുറത്ത് ഇത് കൊടുത്തുവിടാം എന്ന് നോട്ട് എഴുതിയിരിക്കുകയാണ്. പുള്ളി ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടാൻ അനുവദിക്കുന്നു എന്ന് സ്മാർട്ട് ക്രിയേഷന്റെ ലെറ്ററിൽ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല എന്നെഴുതി ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് പറഞ്ഞ് കൊടുത്തുവിടാൻ മുൻകൈയെടുത്തത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. ആ മുരാരി ബാബു 2024 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സമയത്ത് വീണ്ടും സ്വർണം പൂശാൻ അത് കൊടുത്തുവിടാം. ആദ്യം പറയുമ്പോൾ പേരിനാണെങ്കിൽ പോലും ചെമ്പ് പാളികളാണ് ഈ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടതെന്ന് ഒരു വാദത്തിന് വേണ്ടി മുരാരി ബാബുവിന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊടുത്തുവിടാമെന്ന് അദ്ദേഹം 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി എഴുതുമ്പോൾ അതിൽ 49.5 പവൻ സ്വർണമുണ്ട്. ആ സ്വർണമുള്ള ദ്വാരപാലക ശില്പത്തിന്റെ 14 ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാമെന്ന് സ്മാർട്ട് ക്രിയേഷൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നോട്ട് എഴുതി അതിന് അനുമതി കൊടുക്കുകയാണ് മുരാരി ബാബു ചെയ്തത്. പക്ഷേ അത് 2019 പോയതുപോലെ പോറ്റിയുടെ കൈവശം അത് ചെന്നൈയിലേക്ക് പോയില്ല. തിരുവാഭരണ കമ്മീഷണറായ റെജിലാൽ ഈ ഫയൽ കാണുകയും ഇതങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ല എന്ന്
തീരുമാനമെടുക്കുകയും അത് ദേവസ്വം ഭരണസമിതിയെ അറിയിക്കുകയും ചെയ്തു. ദേവസ്വം ഭരണസമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്ത് അങ്ങനെ നൽകാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. ഇതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി PS പ്രശാന്തിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് ഞാൻ ആ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് PS പ്രശാന്തിനെ ഫോൺ വിളിച്ചത്. അത് നിങ്ങൾ എന്തിനു കൊണ്ടുപോകണം, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് പ്രശാന്ത് മറുപടി പറയുകയും നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ചെലവും മറ്റും വഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയുകയാണ് ചെയ്തത്. അതിൻ്റെ ചെലവ് നിങ്ങൾ വഹിക്കേണ്ട, ഞങ്ങൾ ശില്പം ചെന്നൈയിലെത്തിക്കാം, എന്നിട്ട് നിങ്ങൾ സ്വർണം പൂശി തന്നോളൂ എന്ന് മറുപടി പറയുകയും ദേവസ്വം ഉദ്യോഗസ്ഥർ അത് സെപ്റ്റംബർ 8 ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ അത് തിരിച്ചെത്തി സന്നിധാനത്തെ സ്ട്രോങ് റൂമിലുമാണ് ഉള്ളത്. 17-ാം തീയതിയാണ് അത് സമർപ്പിക്കുന്നത്. വീണ്ടും ആദ്യം ഒരു തട്ടിപ്പിന് വഴിവെട്ടിക്കൊടുത്ത മുരാരി ബാബു തന്നെ ഈ 2024 ഓഗസ്റ്റ് 16 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഒരു തട്ടിപ്പിന് സൗകര്യം ചെയ്തു കൊടുത്തു. പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ പോറ്റി ഈ 49.5 പവനുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയേനെ. ഡോക്ടർ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തുകൊണ്ടാണ് മുരാരി 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ചെമ്പുപാളികൾ കൊടുത്തുവിടാമെന്ന് എഴുതിയത്? എന്തുകൊണ്ടാണ് മുരാരി ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെമ്പുപാളികൾ എന്ന് എഴുതുന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതിയത്? എന്തുകൊണ്ടാണ് 2024 അതേ മുരാരി ബാബു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുമ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാമെന്ന് അനുവാദം നൽകിയത്? ദുരൂഹമാണ്. ഇപ്പോൾ മുരാരി ബാബു സസ്പെൻഷനിലുമാണ്. പോറ്റിക്കൊപ്പം സ്വർണം കട്ടതാര് എന്ന ചോദ്യത്തിലേക്കാണോ